നമസ്കാരം. ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഒരു നിരീക്ഷണം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, പരിപൂർണമായി അതിനെ പിന്തുണയ്ക്കുകയാണ്. കാര്യം കേരളത്തിലെ ക്ഷേത്രാചാരങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് എത്രയെത്ര മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ മനുഷ്യർ ഇന്ന് ജീവച്ഛവമായിട്ട് എവിടെയൊക്കെ ഇരയാക്കപ്പെട്ട് രക്തസാക്ഷികളായി കിടക്കകളിൽ തുടരുന്നുണ്ട്. ഈ മനുഷ്യർക്കെല്ലാം ഈ ഒരൊറ്റ എഴുന്നള്ളത്ത് കൊണ്ടുണ്ടായ അപകടങ്ങളുടെ ഇരയാക്കപ്പെടേണ്ടി വന്നിട്ടും നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഇതുവരെ വെളിച്ചമുണ്ടാകാത്ത ഒരു അവസ്ഥയിൽ ഇന്നും വലിയ ദുഃഖം തോന്നാറുണ്ട്. തീക്കൊള്ളി കൊണ്ട് അടിയേറ്റാൽ പിന്നെ മിന്നാമിന്നിയെ കണ്ടാലും ഭയപ്പെടാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ട്, എന്നെ മാത്രം ദൈവം രക്ഷിച്ചു എന്ന് ചിന്തിച്ച് സമാധാനിക്കുകയും പോയവർക്ക് ദൈവമില്ല എന്ന് കരുതി അവന്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കുന്നവർ. അതാണ് ഈ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ദൃശ്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതായത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ പരിപാലിക്കുന്ന മനുഷ്യരെ പോലും എടുത്തത് തറയടിക്കുന്നത്, അല്ലെങ്കിൽ നിർദ്ദയം അത് കൊന്നു തള്ളുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതൊന്നും കണ്ടിട്ടും ചിലരുടെ ഹരം, ചിലരുടെ ലഹരി, അതിനുവേണ്ടി ആ ഒരു മിണ്ടാപ്രാണിയെ അങ്ങ് പീഡിപ്പിക്കുകയാണ്. ഇത് ഏതൊരു ജന്തു ആയിരുന്നാലും ശരി, സ്വാഭാവികമായിട്ടും അതിന്റെ ക്ഷമ കെടുമ്പോൾ അത് പ്രതികരിച്ചു പോകുന്നേ. അത് മനുഷ്യനാണെങ്കിലും ശരി, ഇറിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് സ്വാഭാവികമായിട്ടും ക്ഷമ നശിക്കും. അത് ചില സന്ദർഭങ്ങളിൽ വയലന്റ് ആയി പ്രതികരിക്കും. ആ സന്ദർഭങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഉടനെ മതപ്പാടാണ്, മറ്റേ കുറെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരു ബേസിക് ലോജിക്കിൽ ആലോചിക്കും. ഒരു മിണ്ടാപ്രാണിയാണ്, കരയിലെ ഏറ്റവും വലിയ ജന്തുവാണ് ആന. ആ ആനയെ, അതൊരു പാവം ജന്തു ആയതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് സെൻസിറ്റീവായിട്ട് ഇടപെടില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് പഴയ ആഢ്യത്വം വലിയ പ്രമാണിമാരുടെ വീട്ടിലൊക്കെ അവരുടെ തറവാട്ട് മഹിമയുടെ തലപ്പൊക്കം കാണിക്കാൻ വേണ്ടി ആനയെ വളർത്തുന്ന പരിപാടി തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇവർ ഈ ആനയെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ എഴുന്നള്ളത്തിന്റെ ഒക്കെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളത്. അല്ലാതെ പണ്ട് കാലത്തൊന്നും ഈ ആന എഴുന്നള്ളത്തെന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനപ്പുറത്തേക്ക് കുറെ പഴംപുരാണങ്ങൾ അവർ എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിൽ അവർക്ക് ഇഷ്ടാനുസരണ ആചാരങ്ങളെ അങ്ങ് മാറ്റിമറിക്കുമല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മൾ ബേസിക് ലോജിക്കിൽ ആലോചിക്കുകയാണെങ്കിൽ, ഈ ഐതിഹ്യമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ശബരിമല നമുക്ക് എടുക്കാം. ശബരിമലയിലെ അയ്യപ്പന്റെ വാഹനം എന്താണ്? പുലിയാണ്. പുലിപ്പാല് കൊണ്ടുവന്നത് എങ്ങനെയാണ്? കാടിനകത്ത് പോയി അമ്മയ്ക്ക് പുലിപ്പാല് കൊണ്ടുവരുന്ന ഒരു കഥയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അയ്യപ്പന്റെ ഘോഷയാത്രയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ എന്തിലാണ് നടത്തേണ്ടത്? പുലിയെ കൊണ്ടുവന്ന് നടത്തണ്ടേ? അതെന്താ പുലിയെ കൊണ്ടുവന്ന് നടത്താത്തെ? കൊണ്ടുവന്ന വിവരം അറിയും, അതിന്റെ തിരിച്ചറിവുള്ളത് കൊണ്ട് അങ്ങനെ കൈ പൊള്ളുന്ന ഇടങ്ങളിൽ കൊണ്ടുവയ്ക്കില്ല. പിന്നെ ആനയെ, ഈ കാട്ടാനയെ പിടിച്ചു കൊണ്ടുവന്ന് ഈ തടി പിടിക്കാനൊക്കെ കൊണ്ടുവരികയും ചിലർക്ക് അതൊരു വരുമാന മാർഗമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആന ഈ തറവാടിന്റെ മഹിമയായിട്ടൊക്കെ നിൽക്കുമ്പോൾ അതിനെ ഒന്ന് പുറത്തൊക്കെ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഒന്ന് നെഞ്ചു വിരിച്ച് നടക്കണ്ടേ? അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളുടെയൊക്കെ ഭാഗമാക്കി മാറ്റാൻ കാരണമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് അവർ പല കഥകൾ, ഈ പഴയ പുരാണങ്ങളിലെ കുറെ കഥകളൊക്കെ എടുത്ത് വിളമ്പിയിട്ട് അവർക്ക് വേണമെങ്കിൽ അവരുടേതായ ഭാഗവും ന്യായീകരിക്കാം. ഞാൻ പറഞ്ഞ കാര്യം പരിപൂർണമായിട്ട് ശരിയെന്നല്ല. ഞാൻ ലോജിക്കലി ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ആചാരങ്ങളുടെയൊക്കെ തുടക്കമെന്ന് മനസ്സിലാക്കാം. കാര്യം ആദിമ മനുഷ്യൻ വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയതും അതിനുശേഷം ആയിരിക്കുമല്ലോ അമ്പലങ്ങൾ ഇതെല്ലാം വരാൻ തുടങ്ങിയത്. അപ്പോൾ ഓരോ സിസ്റ്റവും ഓരോന്നിനോട് കുറെ പേർക്ക് തോന്നുന്നു, അങ്ങ് ആഡ് ചെയ്യുന്നു, കുറേത് വേണ്ടാന്ന് വെക്കുന്നു, ഒഴിവാക്കുന്നു, അങ്ങനെയൊക്കെ കടന്നു പോകുന്നതാണല്ലോ. അപ്പോൾ ഈ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം, അത് മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട ആന ഒരു നിർബന്ധ ഘടകമൊന്നുമല്ല. ഒരു മിണ്ടാപ്രാണിയെ പീഡിപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ശബരിമലയിലൊക്കെ ഡ്യൂട്ടി എടുക്കുന്ന സന്ദർഭങ്ങളിൽ അറിയാലോ, വനം പ്രദേശമാണ്, ഒരുപാട് ആനകളെല്ലാം ഉള്ള പ്രദേശമാണ്. പലപ്പോഴും ഈ കാട്ടാനകൾ അതിന്റെ ഈ ആനത്താരയിലൂടെ കടന്നു വരുമ്പോൾ പലപ്പോഴും ഈ ശബരിമലയിൽ നട തുറക്കുന്നതിന് മുന്നോടിയായിട്ട് കാടാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ സഞ്ചാരപാതയാണ്. അപ്പോ ഈ ആളുള്ള സന്ദർഭങ്ങളിൽ ഈ കാട്ടാന കടന്നു വരും, അവിടെയൊക്കെ കട വച്ചിക്കണതിനെയൊക്കെ ചവിട്ടി പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ സന്ദർഭങ്ങളിലൊക്കെ ആനയെ ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓടിക്കാറുള്ളത്? ഞാൻ എന്റെ കണ്ണാലെ കണ്ടിട്ടുള്ളതാണ്. അതായത് പോലീസുകാരെല്ലാം ഭയപ്പെട്ട് മാറുന്ന സന്ദർഭങ്ങളിൽ വനപാലകരായിട്ടുള്ള അവർ വരുന്നുണ്ട്, ചെറിയ ഓലപ്പടക്കങ്ങൾ കത്തിച്ച് ആകാശത്തേക്ക് എറിയും. അപ്പൊ ആ ശബ്ദം കേട്ടിട്ടാണ് ആനകൾ ചിതറി ഓടാറുള്ളത്. അങ്ങനെയാണ് ആനയെ തുരത്തുന്ന ഒരു പൊതു രീതി അവർ അവലംബിച്ച് കണ്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരെ ഇത് നാട്ടിലെ എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഈ ആചാരങ്ങളിൽ ഒരു പ്രധാനപ്പെട്ടതാണല്ലോ ആന എഴുന്നള്ളപ്പ് എന്ന് പറഞ്ഞാൽ. പലയിടങ്ങളിലേക്ക് ഇത് പറയെടുക്കാൻ വരുന്ന സാഹചര്യമുണ്ട്. ആ പറയെടുക്കാൻ വരുന്ന സ്പോട്ടുകളിൽ പലപ്പോഴും ഈ മാലപ്പടക്കം കത്തിച്ചങ്ങ് വിടുന്ന കേട്ടിട്ടുണ്ട്. അതായത് ആനയ്ക്ക് ഈ ശബ്ദം ഭയങ്കര ഭയമാണ്. ആ ആനയുടെ അടുത്ത് തന്നെ ഈ ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ഈ പടക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ഭയപ്പെട്ടാണ് നിൽക്കുന്നത്.
കാലിൽ ചങ്ങലയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ഭയന്ന് ഓടാതെ അവിടെ തന്നെ നിൽക്കുന്നതും. തോട്ടി ഉപയോഗിച്ചുള്ള അടിഭയന്നാണ് അത് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആ ശബ്ദം കേട്ടാൽ അതിന്റെ ടെൻഡൻസി ഓടി മാറുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഇത് ഭയപ്പെടുന്ന ഒരു സാധനമാണ് തീ. അത് എല്ലാ മൃഗങ്ങൾക്കും സ്വാഭാവികമായി ഭയമുണ്ട്. ഇതിന്റെ തൊട്ടടുത്താണ് പലപ്പോഴും ഈ എഴുന്നള്ളത്തിന് മുന്നോടിയായിട്ട് തീവെട്ടി കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. തീവെട്ടി രണ്ടുപേർ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിത് തെക്കൻ കേരളത്തിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പറയുന്നത്. ശബരിമലയിലാണെങ്കിലും ശരി, ഈ തീവെട്ടിയൊക്കെ കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും. കാര്യം ഇത് കരിന്തിരി കത്തിപ്പോകാതിരിക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ട് ആ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് തീ ഇറ്റിട്ട് റോഡിലേക്ക് വീഴുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ആന നടന്നു വരുന്നത്. അതിന് ഈ ചെരുപ്പൊന്നും ഇട്ടുകൊണ്ടല്ല നടക്കുന്നത്, അത് വെറും കാലിലാണ് നടക്കുന്നത്. വളരെ സോഫ്റ്റ് ആണ് ഇതിന്റെ കാലം എന്ന് പറയുന്നത്. അത് നടന്നു വരുന്ന സമയത്താണ് ഈ ചൂടെണ്ണ താഴെ വീണ് കിടക്കുന്നത്. പലപ്പോഴും ഇതിൽ ചവിട്ടാറുണ്ട്. കാല് പൊള്ളുന്ന സന്ദർഭങ്ങളിൽ അത് പെട്ടെന്ന് പ്രതികരിക്കാറുണ്ട്. അയ്യോ മതപ്പാടാണ്, ആനതാ വൈലന്റായി എന്ന് പറയുന്നതിനപ്പുറം ഇത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാൻ പലപ്പോഴും ഇതിന്റെ കൂടെ നടക്കണവന്മാർക്ക് വെളിവില്ലാത്തൊരു അവസ്ഥയുണ്ട്. അതൊരു മിണ്ടാപ്രാണിയാണ്, അത് ആസ്വദിച്ചുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്, അതിനെ നിർബന്ധപൂർവ്വം കെട്ടിയിട്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യന്റെ ആചാരം മാത്രമാണ് ഇത്തരം ഈ പറയെഴുന്നള്ളത്തും വിശ്വാസങ്ങളൊക്കെ. ഒരു മൃഗത്തെ സംബന്ധിക്കുന്നിടത്തോളം അതിനെ കാട്ടിൽ വളർന്നതാണ്, അതിനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളുടെ ഇഷ്ടാനുസരണം ചെയ്യുമ്പോൾ മാനസികമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം കുറെ ഭക്ഷണം തന്നിട്ട് ഇത് ചെയ്യെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് ചെയ്യൂ. അതൊരിക്കലും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ നിർബന്ധപൂർവ്വം ചിലപ്പോൾ നമുക്ക് അടി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ശിക്ഷകൾ എന്തെങ്കിലും തരുമെന്ന് പറയുമ്പോൾ ഭയപ്പെട്ട് ചെയ്യും. അല്ലാതെ ആസ്വദിച്ച് ഈ ലോകത്ത് ഒരു ജന്തുവും ചെയ്യില്ല. മനുഷ്യനും ഒരു സ്പീഷ്യസ് ആണ്, ആനയും ഒരു സ്പീഷ്യസ് ആണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ യുക്തിയാണ് ആദ്യം മനുഷ്യർക്ക് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ തൃശ്ശൂർ പൂരം മുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെല്ലാം തകരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചുക്കുമില്ല. ഇപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നേ, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് നടന്ന് ഇത്രയും നടത്തിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എന്താണ്? റോഡെ കൊണ്ടുവരുമ്പോൾ അതിനെ അനുഭവിക്കുന്ന ഒരു പീഡന സംഭവമുണ്ട്. അതായത് ഈ ലോറിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ എത്ര മണിക്കൂറാണ് അത് നിൽക്കേണ്ടി വരുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നിർത്തിക്കൊണ്ട് വരാൻ പറ്റൂ? അപ്പോ അതിനോട് പീഡനം പീഡനം പീഡനമാണ്. ആ പീഡനത്തിലൂടെ കുറെ ഏറെ പേർ മാനസിക ഉല്ലാസം ഉണ്ടാക്കുകയാണ്. ആ തൃശ്ശൂർ പൂരം നടക്കുന്ന സന്ദർഭങ്ങളിൽ ഇതുവരെ ആന ഇടഞ്ഞ സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അത്യാഹിതങ്ങൾ ഉണ്ടായിട്ടില്ല. അത്യാഹിതങ്ങൾ ഉണ്ടായാൽ ആര് ഉത്തരവാദിത്തം പറയും? ഇപ്പോ ആനകൾ തമ്മിൽ 3 മീറ്റർ ദൂരം അകലം പാലിക്കണമെന്നുള്ള നിർദ്ദേശം വെച്ചിട്ടുണ്ട്. അത് കാഴ്ചക്കാരായിട്ടുള്ള നിൽക്കുന്നവർ 8 മീറ്റർ ദൂരം ആവശ്യമാണെന്നേ. ഒന്ന് വിരണ്ട് മാറിയാൽ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സ്പേസ് എങ്കിലും വേണ്ടേ? പിന്നീട് ഒരു കാര്യം, ഇത്രയും ഒച്ചപ്പാട് ഇതിന്റെ അടുത്ത് ഉണ്ടാവുകയാണ്. മനുഷ്യർ ഇത്രയും കൂടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചൂടുണ്ട്, അതിനും ഫ്രസ്ട്രേഷൻ ഉണ്ടാകില്ല. അതിന്റെ ശരീരത്തിൽ കുറെ നെറ്റിപ്പട്ട, അത് ഇത് ചപ്പ് ചവർ എല്ലാം പിടിച്ചു കയറ്റി ഈ അതിനോടൊപ്പം തന്നെ ഈ വാദ്യമേള ഘോഷങ്ങളുടെ ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ അത് ആസ്വദിച്ച് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന കുറെ ഏറെ ചിന്താഗതി ഇല്ലാത്ത മനുഷ്യരോടൊന്നും ഒന്നും പറയാനില്ല. അവരിത് കേട്ടിട്ട് അവർ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ലോജിക്കലി ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങളുടേത് മാത്രമാണ്. അതിനുവേണ്ടി നമ്മളുടെ ഇഷ്ടപ്രകാരം ഏതിനെയൊക്കെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പോൾ വന്നിട്ട് പറയാം നിങ്ങൾ ആഹാരത്തിന് വേണ്ടി മിണ്ടാപ്രാണികളെ കൊല്ലുന്നില്ല എന്നുള്ളത്. ഭക്ഷണം വേറെ, പീഡനം വേറെ. കാര്യം ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ജന്തുവിനെ സംബന്ധിക്കുന്നിടത്തോളം നമ്മുടെ ഇവിടുത്തെ ഒരു ലൈഫ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എല്ലാ ജന്തുക്കൾക്കും സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭക്ഷണം വേണം. അതിന് നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ്, അല്ലെങ്കിൽ വെജ് ആണെങ്കിൽ വെജ്. അങ്ങനെ മൃഗങ്ങൾക്കിടയിലാണെങ്കിൽ പോലും ഇപ്പോ മാനിനെ പിടിച്ച് എന്തിനാണ് സിംഹം തിന്നണം, അതിന് പുല്ല് എന്ന് ജീവിച്ചൂടെ എന്ന് നമുക്ക് ചോദിച്ചൂടെ? അതുപോലെ അല്ല ഇതെന്ന് പറഞ്ഞാൽ. ഇത് അതിനെ മണിക്കൂറുകളോളം പീഡിപ്പിച്ച് ചിലർ ആനന്ദതുന്തിലരാകുന്നു, ചിലർ പണം മേടിക്കുന്നു. ഇങ്ങനെ ഒരു പഴഞ്ചൻ സിസ്റ്റം, അതൊക്കെ നിർത്തേണ്ട സമയമായി. ആർട്ടിഫിഷ്യലി എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാം. ഒരു ജന്തുവിനെ അതിനെ ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ട് ചിലർ ഹരം കൊള്ളുന്നുണ്ടെങ്കിൽ, അതിനെ ഒരു പ്രത്യേക ദൈവമായിട്ടൊക്കെ കാണാനൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെളിച്ചം വീഴാത്ത മനസ്സുകളാണെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായിട്ടുള്ള ഹൈക്കോടതിയുടെ ആ ഇടപെടൽ അത് അഭിനന്ദിക്കുകയാണ്. കാര്യം ഈ ഭൂമിയിൽ നിന്ന് പോയ ഒരുപാട് മനുഷ്യരുണ്ട്. അതായത് അവർ ഇതുപോലെ ആസ്വദിക്കാൻ വേണ്ടി വന്നു നിന്നവരാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയതിനു ശേഷം ഇപ്പോൾ കരുതുന്നുണ്ട് എനിക്കൊന്നും പറ്റിയില്ല, ദൈവം രക്ഷിച്ചു എന്ന് വിചാരിച്ചാൽ നാളെ നിങ്ങളുടെ നമ്പറും വരാം. അതോടെ നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് കടന്നു വരുന്ന ഒരു ശൂന്യതയുണ്ട്. അതായത് നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന അപകടം എന്ന് പറയും. ചിലർക്ക് തലപ്പൊക്കമുള്ള ആന, ഇതൊക്കെ ചുമ്മാ വെറുതെ ആഡംബരം, പോര്, അല്ലെങ്കിൽ എനിക്കിതിനെ കുറിച്ചൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ആചാരമാണ് പ്രശ്നമെങ്കിൽ ഒരാനയെ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി ചിലതിനെയൊക്കെ പീഡിപ്പിച്ച് അതിൽ നിന്ന് മനസുഖം കണ്ടെത്തുന്ന ചില മനുഷ്യർ, അവരോട് നീ എത്ര പറഞ്ഞാലും വിശ്വാസം ആചാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിതിനെ ഉൾക്കൊള്ളാൻ പോകുന്നില്ല. പക്ഷേ
ഒരു ജന്തു എന്നുള്ള നിലയ്ക്ക് അതിനും അവകാശങ്ങളുണ്ട്. അതിനെ പീഡിപ്പിക്കുന്നതിന് ഒരു മര്യാദ വേണം. ആ മര്യാദ കടന്നുപോയി ഈ നാട്ടിലുണ്ടായ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് സ്വമേധയാ തോന്നി ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ജീവന് തന്നെ ഹാനികരമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടൽ നടത്തേണ്ട ഉത്തരവാദിത്തം കോടതി കാണിച്ചത് കുറച്ച് വൈകിയെങ്കിലും നല്ല കാര്യമാണ്. ഇത്തരം കാര്യങ്ങളെയൊക്കെ കുറച്ച് സെൻസിറ്റീവായി ചിന്തിക്കുമെങ്കിലും വെടിക്കെട്ടിനൊക്കെ കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും പോലെ തന്നെ ഈ ആന എഴുന്നള്ളത്തുന്ന പരിപാടിയിലൊക്കെ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നടത്താൻ ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ, അതായത് 3 മീറ്ററൊക്കെ മാറ്റി നിർത്തി ആ ജന്തുവിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനെങ്കിലും ഒരു ജീവനുള്ള വസ്തു എന്നുള്ള നിലയ്ക്ക് അതിന് അവസരം കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വത്തിന്റെ കാര്യമാണ്. അക്കാര്യത്തിൽ ഹൈക്കോടതി എടുത്തിരിക്കുന്ന തീരുമാനം തീർത്തും ഈ മനുഷ്യ സമൂഹത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആചാരങ്ങളുടെ നവീകരണത്തിന് കൂടുതൽ സഹായകരമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.